അപ്പോൾ ഈ അടുത്ത് സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ, അതായത് ഈ ഒരു സിനിമയുടെ പാക്കപ്പ് ദിവസം ഒരു ഗ്രൂപ്പ് ഫോട്ടോ, ഇവരെല്ലാവരും ഒരുമിച്ചിരിക്കുന്ന ഒരു ഗ്രൂപ്പ് ഫോട്ടോ സോഷ്യൽ മീഡിയയിലേക്ക് ഈ അടുത്ത് പല ആൾക്കാർ ഷെയർ ചെയ്തിരുന്നു. അപ്പോൾ അതിൽ ആ ഫോട്ടോ കാണുമ്പോൾ നമുക്കറിയാം ആരുടെയും മുഖത്തൊരു ചിരിയൊന്നുമില്ല. കാരണം എല്ലാവരും ചെറിയൊരു പേടിയോ ഒക്കെ അല്ലെങ്കിൽ ഒരു ടയേർഡോ ഒക്കെ ആയിട്ടുള്ള ഒരു ഫേസാണ് നമുക്കത് കാണാൻ പറ്റുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ക്യാപ്ഷനും തന്നെയായിരുന്നു. എല്ലാവരും ടെൻഷൻ അടിക്കാനുള്ള കാരണം ഇതാണ്, രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടു, ഷൂട്ടിംഗ് പല പ്രശ്നങ്ങൾ വന്നു, ഷൂട്ടിംഗ് തീർക്കണം എന്നൊക്കെ പറഞ്ഞു. പിന്നെ അന്ന് ശരിക്കും പറഞ്ഞെങ്കിൽ ആ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് എല്ലാവരും തിരിച്ച് പോകാനിരുന്നിരുന്നതാണ്. പക്ഷെ ഇവരെല്ലാവരും അന്ന് 2 ദിവസം ഹോട്ടൽ റൂമിൽ തന്നെ, എനിക്ക് തോന്നുന്നു ആ ഷൂട്ട് ചെയ്ത ഹോട്ടൽ റൂമിൽ തന്നെയാണ് ജയറാമും സിദ്ദീഖൊക്കെ താമസിച്ചിരുന്നത്. യൂണിറ്റുകാരൊക്കെ വേറെ ഹോട്ടലിലായിരുന്നു. അപ്പോൾ ഇവർക്കൊന്നും പുറത്തിറങ്ങാൻ പറ്റാതെ, ചെന്നൈക്ക് പോകാൻ പറ്റാതെ അന്ന് എല്ലാവരും ആ റൂമിൽ തന്നെ താമസിക്കേണ്ടി വന്നു. അപ്പോൾ മുഖചിത്രം എന്ന് പറയുന്ന ഒരു സിനിമയെക്കുറിച്ച് പിന്നീട് പല റൈറ്റപ്സിലും, അല്ലെങ്കിൽ രാമചന്ദ്ര ബാബു തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ആത്മകഥയിൽ എഴുതിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഇൻസിഡൻ്റ് ആണ്. അദ്ദേഹത്തിൻ്റെ ഓരോ സിനിമകളെ കുറിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഓർമ്മകളിൽ മുഖചിത്രം എന്ന് പറയുന്ന സിനിമയുടെ പ്രധാന ഓർമ്മയായിട്ട് അദ്ദേഹം ഷെയർ ചെയ്തത് ഈ ഒരു ഇൻസിഡൻ്റ് ആണ്. മുഖചിത്രം ശരിക്കും ഭയങ്കര സൂപ്പർ ഹിറ്റായി. ഊർവശിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിരുന്നു. വേറെയും സിനിമകളുണ്ടായിരുന്നു അന്ന്. എനിക്ക് ഭരതം പോലത്തെ വേറെ 2-3 സിനിമകളൊക്കെ ഒരുമിച്ചാണ് ഊർവശിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത്. നമ്മൾ ആ സിനിമ കാണുമ്പോൾ പറയാം, സെക്കൻഡ് ഹാഫിലാണ് ഊർവശി വരുന്നത്. അന്ന് ഈ സുരേഷ് ഉണ്ണിത്താനും ഇവരൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഊർവശീനെ വിളിച്ചാൽ വരുമോ. കാരണം ഉർവശി അന്ന് ഓടി നടന്ന് അഭിനയിക്കുന്ന തമിഴും തെലുങ്കൊക്കെ ചെയ്യുന്ന ഒരു സമയമാണ്. പക്ഷെ ഉർവശി ആ റോള് വന്നു, ഉർവശി ചെയ്തു, ഗംഭീരമായിട്ട് ചെയ്തു. കാരണം ടൈമിങ്ങും കാര്യങ്ങളൊക്കെ ജയറാമിൻ്റെ ഒക്കെ ഒപ്പം, ജയറാം ഉർവശി ഒരു കോമ്പിനേഷനിലെ ഒരു എടുത്തു പറയേണ്ട ഒരു സിനിമ തന്നെയാണ്. അതേപോലെ തന്നെയാണ് അതിൽ ജഗദീഷിന്റെ, ഇന്നും മിമിക്രിക്കാരൊക്കെ ജഗദീഷ് എന്ന് പറയുമ്പോൾ എക്സ്ക്യൂസ് മീ എന്ന് പറയുന്ന ഒരു ഡയലോഗ്, അത് ശരിക്കും ഈ സിനിമയിലാണ്. എക്സ്ക്യൂസ് മീ, ഞാനൊന്ന് ചോദിക്കട്ടെ, അവൻ കല്യാണം കഴിച്ചവനാണെങ്കിൽ ആ പെട്ടിക്കകത്ത് ഒരു കല്യാണ ഫോട്ടോ കാണാതിരിക്കുമോ? ഇതിൽ ജഗദീഷ് ഒരു പ്യൂണായിട്ടാണ്, സ്കൂളിലെ പ്യൂണായിട്ടാണ്. ഇതിൽ ഗോമതി ടീച്ചർ എന്ന് പറയുന്ന KP ശ്രീധരന്റെ ഹസ്ബൻഡായിട്ട് അഭിനയിച്ച ഒരു അധ്യാപകന്റെ വേഷം ചെയ്തത് ജഗദീഷ് ശ്രീകുമാറാണ്. ഗംഭീരമായിട്ട് ജഗദീഷ് ചെയ്തിട്ടുണ്ട്. ജഗദീഷ് ശ്രീകുമാറിനും ക്രിട്ടിക്സ് അവാർഡ് കിട്ടിയ സിനിമയായിരുന്നു. പിന്നെ സുനിത അതിൽ മറ്റൊരു നായികയായിരുന്നു. M. രഞ്ജിത്ത് ആ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അതിൽ കൊല്ലം തുളസിയാണ് പ്രധാന വില്ലൻ. കൊല്ലം തുളസിയുടെ കൂടെ നടക്കുന്ന, ഇടവും വലയുടെ നടക്കുന്ന 2 ഗുണ്ടങ്ങളിൽ ഒരു ഗുണ്ടയായിട്ട് അഭിനയിച്ച M. രഞ്ജിത്താണ്. M. രഞ്ജിത്തിന് അന്ന് വളരെ 21-22 വയസ്സൊക്കെ ഉള്ളൂ. അദ്ദേഹം ആദ്യമായിട്ട് നിർമ്മിച്ച സിനിമയാണ്. ആ സിനിമയ്ക്ക് അദ്ദേഹത്തിന് ഒരുപാട് ലാഭം കിട്ടി. പക്ഷേ അതിനുശേഷം 1-2 സിനിമകൾ ചെയ്തത് M. രഞ്ജിത്തിന് നഷ്ടമായിരുന്നു. പിന്നീട് അദ്ദേഹം നിർമ്മാണം നിർത്തി പ്രൊഡക്ഷൻ കൺട്രോളറായിട്ട് സിനിമയിൽ ഒരുപാട് കാലം വർക്ക് ചെയ്ത ശേഷമാണ് അദ്ദേഹം പിന്നീട് ചിന്താമണി കൊലക്കേസ് പോലത്തെ സിനിമകളിലൂടെ വീണ്ടും രജപുത്ര രഞ്ജിത്തായി മാറിയത്. അപ്പോൾ ഈ അടുത്ത് തുടരും എന്ന് പറയുന്ന ഇൻഡസ്ട്രി ഹിറ്റായ സിനിമയുടെ പ്രൊമോഷൻ സമയത്ത് ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം മുഖചിത്രം എന്ന് പറയുന്ന സിനിമയെ കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു. ഒരുപക്ഷെ പുതിയ തലമുറയ്ക്ക് മുഖചിത്രത്തെക്കുറിച്ച് കൂടുതൽ അറിയാവുന്നത് ഈ അടുത്ത് തുടരും സിനിമയുടെ ആദ്യത്തെ ഒരു ടീസർ റിലീസ് ചെയ്തിരുന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അതിൽ ലാലേട്ടൻ താടി ഇങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ശോഭന വന്നിട്ട് പറയണത്, ആ താടി കളഞ്ഞ കൊല്ലും ഞാൻ എന്ന് പറയുന്നത്, കൈവെട്ടും ഞാൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ആ പ്രൊമോയുടെ ഓപ്പണിങ് വരുന്നത് ചെമ്മരന്തി ചേലുണ്ടോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സോങ് ആണ്. ആ സോങ് മുഖചിത്രം സിനിമയിലാണ്. അന്ന് ഭയങ്കര ഹിറ്റായിട്ടുള്ള സോങ് ആണ്. ആ താടി തൊട്ട കൈ ഞാൻ വെട്ടും. ആ താടി അവിടെ ഇരുന്ന ആർക്കാ പ്രശ്നം? ചെമ്പരന്തിൻ ചേലുണ്ടേ അയ്യയ്യ അമ്പനട്ടെ ചെറുക്കന്ന് അയ്യയ്യ. അപ്പോൾ മുഖചിത്രം എന്ന് പറയുന്ന ആ ഒരു സിനിമ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും കാണണം. കാരണം വളരെ രസമായിട്ടുള്ള ഹ്യൂമർ സീൻസ് ഉള്ള ഒരു സിനിമയാണ്.